ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യദിന ക്വിസുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം. ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപമാണ് വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം. മലബാർ ലഹള നടന്ന വർഷം 1921. മലബാർ ലഹള നടന്ന വർഷം 1921. 1921 മലബാർ ലഹള. കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലുത്തമ്പി ദളവ. കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലുത്തമ്പി ദളവയാണ്. കുണ്ട്ര വിളംബരം വേലുത്തമ്പി ദളവയാണ്. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് വി ഡി സവർക്കർ. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് വി ഡി സവർക്കർ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. നാനാ സാഹിബാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം. മൗലാന അബ്ദുൽ കലാമിൻ്റെതാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹം നയിച്ചതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹം നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ജോൺസ്. ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞതാര്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിൻ്റെ വാക്കുകളാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇതാരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിൻ്റെ വാക്കുകളാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം വാഗൺ ട്രാജഡി. 1921 വാഗൺ ട്രാജഡി. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യദിനാഘോഷം എന്നായിരുന്നു? 1930 ജനുവരി 26. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യദിനാഘോഷം 1930 ജനുവരി 26 പ്ലാസി യുദ്ധ സമയത്ത് ബംഗാൾ നവാബ് ആരായിരുന്നു? സിറാജ് ഉദ് ദൗള. പ്ലാസി യുദ്ധ സമയത്ത് ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗള ആയിരുന്നു. ദണ്ഡയാത്രയെ അന്നത്തെ വൈസ്രോയായ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ദണ്ഡിയാത്രയെ അന്നത്തെ വൈസ്രോയായിരുന്ന ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ്. ദണ്ഡിയാത്രയെ രാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയെ വിശേഷിപ്പിച്ചത് ആര്? മോത്തിലാൽ നെഹ്റു. ദണ്ഡിയാത്രയെ രാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയെ വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചെടുക്കാം, ഇത് പറഞ്ഞത് ആര്? റോബർട്ട് ക്ലൈവ്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചെടുക്കാം, ഇത് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗം എത്തിയ വിദേശ ശക്തികൾ. പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗം എത്തിയ വിദേശ ശക്തികൾ പോർച്ചുഗീസുകാർ ആണ്. അവസാനം എത്തിയത് ഫ്രഞ്ചുകാർ. അവസാനം ഇന്ത്യയിലെത്തിയത് ഫ്രഞ്ചുകാരാണ്. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് കച്ചവട ആവശ്യത്തിനായിരുന്നു. ബ്രിട്ടീഷുകാർ കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് കച്ചവട ആവശ്യത്തിനായിരുന്നു.
ബ്രിട്ടീഷുകാർ കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1757 ഒരു യുദ്ധം നടന്നു. ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു അത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട ഈ യുദ്ധത്തിൻ്റെ പേരെന്ത്? പ്ലാസി യുദ്ധം. 1757 ഒരു യുദ്ധം നടന്നു. ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു അത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട ഈ യുദ്ധത്തിൻ്റെ പേര് പ്ലാസി യുദ്ധം എന്നാണ്. 1857 യുദ്ധത്തിൻ്റെ പ്രാധാന്യം കുറച്ചു കാട്ടാനായി ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്ത്? ശിപ്പായി ലഹള. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രാധാന്യം കുറച്ചു കാട്ടാനായി ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് ശിപ്പായി ലഹള എന്നത്. 1855 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരൻ സ്ഥാപിച്ച സംഘടന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരൻ സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്കയിലെ ന്യൂനപക്ഷമായ കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാർ അകറ്റി നിർത്തി. ഈ വിവേചനത്തിന് പറയുന്ന പേരെന്ത്? വർണ്ണ വിവേചനം. ദക്ഷിണാഫ്രിക്കയിലെ ന്യൂനപക്ഷമായ കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാർ അകറ്റി നിർത്തി. ഈ വിവേചനത്തിൻ്റെ പേരാണ് വർണ്ണ വിവേചനം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. ഗാന്ധിജി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പത്രങ്ങൾ ആരംഭിച്ചിരുന്നു. ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ പേര് അറിയാമോ? യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ആരംഭിച്ച 2 പത്രങ്ങളാണ് യങ് ഇന്ത്യയും ഇന്ത്യൻ ഒപ്പീനിയനും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിയമലംഘന സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ദണ്ഡി കടപ്പുറം, ഗുജറാത്ത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിയമലംഘന സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ദണ്ഡി കടപ്പുറമാണ്, ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര്? രവീന്ദ്രനാഥ ടാഗോർ. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുതുതായി ഉണ്ടാക്കിയ സംഘടന ഏത്? ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുതുതായി ഉണ്ടാക്കിയ സംഘടനയാണ് ഫോർവേഡ് ബ്ലോക്ക്. മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം ഏത്? വാഗൺ ട്രാജഡി. മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവമാണ് വാഗൺ ട്രാജഡി. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾക്കെതിരെ പട നയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പട നയിച്ച തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത്? നാനാ സാഹിബ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരനായികയായി അറിയപ്പെടുന്ന ആര്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായികയായി അറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര്? പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവാണ് പഴശ്ശിരാജ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? അമൃത്സർ, പഞ്ചാബ്. 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ്. 1919 ഏപ്രിൽ 13. ആരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത്? ചന്ദ്രശേഖർ ആസാദ്. 1921. ചന്ദ്രശേഖർ ആസാദാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത്.
സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. ജനഗണമന ആദ്യമായി പാടിയതെന്ന്? 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ട്. ജനഗണമന ആദ്യമായി പാടിയത് 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ ആണ്. നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇങ്ങനെ പറഞ്ഞത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇങ്ങനെ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം? പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണ്. ഗാന്ധിജിയും അനുയായികളും ചേർന്ന് ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്നും. 1930 ഗാന്ധിജിയും അനുയായികളും ചേർന്ന് ദണ്ഡിയാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന് 1930 ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നേതാക്കൾ ആരൊക്കെ? ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നേതാക്കൾ ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ്. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുദ്രാവാക്യമാണ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്.